കൊളോണിയൽ കാലഘട്ടത്തിലെ രാജ്യത്തെ ശിക്ഷാ നിയമത്തിന് പകരമായി വരുന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. അതായത് ഇന്ന് മുതൽ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1973 ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമാകും. പുതിയ നിയമങ്ങൾ പ്രകാരം ആൾക്കൂട്ട ആക്രമണങ്ങൾ ക്രിമിനൽ കുറ്റമാണ്. ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾ കുറ്റകരമാകുന്ന വകുപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഭാരതീയ ന്യായ സംഹിത ബില്ലിൽ 150 വകുപ്പ് രാജ്യദ്രോഹത്തെ കുറ്റകൃത്യമായി നിലനിർത്തിയിട്ടുണ്ട്. ഏത് കേസിലും നിലവിലെ പോലീസ് കസ്റ്റഡി കാലാവധി അറസ്റ്റിനു ശേഷമുള്ള ആദ്യത്തെ 15 ദിവസമാണ്. ഇതിനപ്പുറവും പോലീസ് കസ്റ്റഡി നീട്ടാൻ അനുവദിക്കുന്ന വ്യവസ്ഥ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബില്ലിലുണ്ട്. അതേസമയം അന്വേഷണവും കുറ്റപത്ര സമർപ്പണവും അടക്കമുള്ള കേസ് നടപടികൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ഓഗസ്റ്റ് 11 പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു. കമ്മിറ്റി നവംബർ 10 റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ഡിസംബർ 11 ബില്ലുകൾ പിൻവലിച്ചു. പിന്നീട് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ബില്ലുകളാണ് സഭകൾ പാസാക്കിയത്. ഡിസംബർ അവസാനത്തോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ബില്ലിന് അംഗീകാരം നൽകിയതോടെ ഈ നിയമങ്ങളായി. പുതിയ കേസിലെ വിചാരണയും ശിക്ഷയും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എഫ്ഐആർ ഇടാൻ കാത്തിരിക്കേണ്ട ആവശ്യം ഇനി മുതലില്ല. സാധാരണഗതിയിൽ എഫ്ഐആർ ഇട്ടാൽ അതിന്റെ റെസിപ്റ്റാണ് പരാതിക്കാരന് നൽകുക. ഇനി മുതൽ അത് ഉണ്ടാവില്ല. പകരം ഈ എഫ്ഐആർ അഥവാ ഇലക്ട്രോണിക് എഫ്ഐആർ ആണ് ഇനി മുതൽ ഉണ്ടാകാൻ പോകുന്നത്. കോടതിയും ഈ എഫ്ഐആർ ആണ് ഇനി മുതൽ റെഫർ ചെയ്യുന്നത്. പരാതിക്കാരന് ഈ എഫ്ഐആർ നൽകണമെന്ന് നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട്. 7 കൊല്ലത്തിന് മുകളിൽ ശിക്ഷയുള്ള എല്ലാ കേസിലും ഇനി മുതൽ ഫോറൻസിക് പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. കുറ്റകൃത്യം ഏതുമായിക്കൊള്ളട്ടെ, ശിക്ഷ 7 കൊല്ലത്തിൽ കൂടുതലെങ്കിൽ ഫോറൻസിക് പരിശോധന കൂടിയേ തീരുള്ളൂ. കുറ്റവാളിയെ ശാസ്ത്രീയമായി പൂട്ടാനും നിരപരാധികൾ കേസിൽ കുടുങ്ങാതെ ഇരിക്കാൻ വേണ്ടിയാണ്. പോലീസ് നടത്തുന്ന എല്ലാ അന്വേഷണവും വീഡിയോയിൽ ചിത്രീകരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. വീഡിയോയിൽ എഡിറ്റും കൂട്ടിച്ചേർക്കലും പാടില്ല. നിരപരാധികൾ കേസിൽ കുടുങ്ങാതിരിക്കാനാണ് ഈ കർശനമായ നടപടി കൈക്കൊള്ളുന്നത്. എന്നാൽ കുറ്റവാളികൾ രക്ഷപ്പെടുന്നത് തടയാനും പോലീസ് കേസ് അട്ടിമറിക്കുന്നത് തടയാനും വീഡിയോ ചിത്രീകരണം സഹായിക്കും. അതായത് പോലീസിന് പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ ആകില്ല എന്നത് വ്യക്തമാണ്. എല്ലാം ഡിജിറ്റൽ തെളിവുകളായിരിക്കും. കേസ് അട്ടിമറിക്കാനും പോലീസിന് സാധിക്കില്ല. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് മാറ്റിവെക്കണമെന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ അപേക്ഷകളുടെ പശ്ചാത്തലത്തിലാണ് ജൂലൈ 1 മുതൽ നടപ്പിലാക്കാൻ ഒരുങ്ങിയത്. देश की जनता को सबसे पहले मैं बहुत बहुत बधाई देना चाहता हूं कि लगभग आजादी के 77 साल बाद आपराधिक न्याय प्रणाली, हमारी क्रिमिनल जस्टिस सिस्टम पूर्णतया स्वदेशी हो रही है और भारतीय इथोस के आधार पर ये चलेगी. 75 साल के बाद इस कानूनों पर विचार हुआ और ये कानून जब आज से हर थाने में अपना काम करना चालू करेंगे, तब अंग्रेजों के बनाए हुए कानून निरस्त होकर भारत की संसद ने बनाए हुए कानून आएंगे. दंड की जगह न्याय लेगा, देरी की जगह स्पीडी ट्रायल और स्पीडी जस्टिस मिलेगा. और पहले सिर्फ पुलिस के अधिकारों की रक्षा की गई थी, अब पीड़ितों के अधिकारों की रक्षा और जो कंप्लेनेंट है इसके भी अधिकारों की रक्षा करने का काम होगा. तो एक नए नजरिए के साथ ये तीनों कानून आज सुबह से ही, मतलब कल मध्य रात्रि से काम करना शुरू किए हैं.